കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിൻ്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. എഫ്രൈമിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഹോശേയാവ് എന്ന പ്രവാചകനിലൂടെ അറിയിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത, ഇതൊരു മുന്നറിയിപ്പും കൂടെയായിട്ട് നമുക്ക് ഈ വാക്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എഫ്രൈമിനോട് ഹോശേയ പ്രവാചകൻ ആത്മാവിൽ സംസാരിച്ച് പറയുകയാണ്, നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുന്ന പല പ്രശ്നത്തിനും കാരണമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ചയാണ്, അല്ലേ? ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നീ വേർതിരിക്കപ്പെട്ടവളാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുക തന്നെ വേണം. അങ്ങനെ ഇരുന്നെങ്കിലേ അതുകൊണ്ട് നന്മയും അനുഗ്രഹവും ഉള്ളൂ. സ്തോത്രം. അല്ലാത്ത വണ്ണം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, അതൊന്ന് സാധ്യമല്ല. ശ്രദ്ധിക്കണം. രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്നതും സ്നാനമെന്ന പ്രക്രിയയിലൂടെ നമ്മെ നടത്തിയും നിത്യതയ്ക്കായിട്ട് നമ്മെ ഒരുക്കിയും ദൈവത്തിൻ്റെ മുൻനിർണയത്തിനകത്ത് കാര്യമാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക തന്നെ വേണം. വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവത്തിൽ നിന്നുള്ള നന്മകളെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. വിശുദ്ധി കൊണ്ടും വചനം കൊണ്ടും സ്തോത്രം നമ്മുടെ അടുപ്പം, പ്രാർത്ഥന, ആത്മീക സ്പിരിച്വൽ സ്തോത്രം മേഖലകളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തോട് അടുത്തു വരുമെങ്കിൽ അവൻ നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. അതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിൻ്റെ ദൈവത്തിനായി കാത്തുകൊണ്ടേയിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എന്താണ് അടുത്ത് പറയുന്നത്? ദയയും ന്യായവും പ്രവർത്തിക്കുക. എന്താണ് ദയ? കരുണയുള്ളവരായിരിക്കണം. സ്തോത്രം. മറ്റുള്ളവരോട് ദയയുള്ളവരായി, മനസ്സലിവുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 2, ന്യായം പ്രവർത്തിക്കുക. ന്യായമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ന്യായമല്ല, ബൈബിൾ പറയുന്ന ന്യായം. ഇവിടുത്തെ ന്യായങ്ങളെല്ലാം വിൽപ്പന ചരക്കാണ്, അല്ലേ? ഇവിടുത്തെ ഏത് കോടതികളിലേക്ക് നമ്മൾ പോയാലും സ്തോത്രം, കുറ്റക്കാരനെ അർഹിക്കുന്ന ന്യായവിധി പലയിടത്തു നിന്നും ലഭ്യമാകുന്നില്ല. കോടതിയെ പോലും വിലയ്ക്ക് വാങ്ങുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പോൾ അർഹതയുള്ള ന്യായം പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ന്യായം എന്ത് എന്നുള്ള ചോദ്യത്തിന് ബൈബിളാണ് വ്യക്തമായ മറുപടി. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടുത്തെ കോടതികൾ വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതിയൊന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് നമ്മൾ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത് ദയ ഉണ്ടാകണം, ന്യായം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ ദൈവത്താലുള്ള നന്മകൾ, ദൈവം ഒരുക്കപ്പെടുന്ന വിടുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകൾ തരുന്നു. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ആത്മീയ ഭൗതിക നന്മകളെ കൊണ്ട് നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.